ഇനി നമുക്ക് മൂത്രക്കല്ല് നമ്മുടെ കിഡ്നിക്കകത്തും ബോഡിയിലും എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ പുറകു വശത്ത് നിന്ന് വരുന്ന വേദന വശങ്ങളിലൂടെ മുന്നിലോട്ട് വരികയും അത് അടിവയറിൽ ചെന്നെത്തുകയും ആണുങ്ങളിൽ അത് വൃഷ്ണസഞ്ചിയുടെ ഭാഗത്തേക്കും ഗുഹ്യഭാഗത്തേക്കും വ്യാപിക്കുന്ന തരത്തിൽ കഠിനമായ കടച്ചിലുള്ള വേദനയാണ് അതിനുണ്ടാക്കുക. കൂടാതെ ഈ കല്ല് ട്യൂബിലോട്ട് ഇറങ്ങുകയും മറ്റു കിഡ്നിയുടെ ഭാഗങ്ങളിൽ ബ്ലോക്കായി കിടക്കുകയും ചെയ്യുന്ന സമയത്ത് അവ നമ്മുടെ ശരീരത്തിൽ ഓക്കാനവും ഛർദിയും കൂടാതെ വിയർപ്പും അതിശക്തമായ വേദന കൊണ്ട് ഒരാള് വില്ലുപോലെ വലയുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂത്രത്തിൽ കല്ല് എങ്ങനെയൊക്കെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക എന്ന് നോക്കാം. പ്രധാനമായിട്ട് മൂത്രപരിശോധനയാണ് ഇതിന് നമ്മൾ നടത്താറ്. മൂത്രപരിശോധന നടത്തുമ്പോൾ അതിൽ RBCയുടെ അളവ് അല്ലെങ്കിൽ രക്തത്തിന്റെ അംശം കാണാറുണ്ട്. രണ്ടാമത് നമ്മൾ കിഡ്നിയുടെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിയിലും ട്യൂബിലുള്ള കല്ലുകൾ കാണാറുണ്ട്. മൂന്നാമത് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ടുള്ള സ്കാനിങ് തന്നെയാണ് അതിനുള്ള മാർഗം.